നിങ്ങളിത് എന്തൊരു ഇരുട്ടാടെ ഇരിക്കുന്നത്? എണീറ്റ് നിങ്ങൾ എണീറ്റ് വന്നാണ് എന്തൊരു കാര്യം? ഇവിടെ നടയനടുത്ത ആളൊക്കെ കൂടി എന്തിനാ പൊതുവെ ഇന്ന് കമ്മിറ്റിയാണ് കന്യമ്മയുടെ ഉത്സവമാണ്. കന്യമ്മയ്ക്ക് 26-27 പങ്കെടുക്കാൻ എനിക്ക് വയ്യരാജ്. ഇന്ന് മരണത്തിന് പോയിട്ട് സത്യം എടുന്നിട്ട് ജഡം അടക്കി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലേ കഞ്ഞിയായിരുന്നു. കഞ്ഞിയും ഉപ്പില്ലാത്ത കഞ്ഞിയും പയറും. എനിക്കങ്ങ് വയ്യരാജ്. അരിയരിപ്പിട്ടായിരുന്നു കല്ലും കഴിച്ചിട്ടേ ഞാൻ എങ്ങും വരുന്നുള്ളൂ. അവിടെ ഉള്ളവർക്കെല്ലാം അങ്ങ് പ്രഷറാ. ഉപ്പിടാത്ത കഞ്ഞിയൊക്കെ. അയ്യോ വിഴിഞ്ഞത്ത് ഞങ്ങളെ മൂത്തേമ്മ മരിച്ചു പോയേനെ. അവിടെ മരണം കഴിഞ്ഞാ കഞ്ഞിയാണ്, പട്ടിണി കഞ്ഞി, അല്ലാതെ അവിടെ എന്തരൂല്ല. നിങ്ങൾ പോയതിനൊക്കെ ഞങ്ങളുടെ ചാക്കാലേക്ക്, ഞങ്ങളുടെ സ്വന്തക്കാരെ ചാക്കാലേക്ക് നിങ്ങൾ വന്നാണ്. ബോഡി അങ്ങോട്ട് എടുക്കുമ്പോ തന്നെ ബ്രെഡ്, പച്ചച്ചിങ്ങപ്പഴവും നാരങ്ങ വെള്ളവും കൊടുക്കും. ഒരു 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അവര് കാറ്ററിംഗുകാരെ വിളിച്ചു പറയും സദ്യക്ക് പപ്പടം, പായസം, പരിപ്പ് ഒഴിച്ച് 5 ദിവസം ഇത് സദ്യയാണ്. 5 ദിവസം സത്യമായിട്ടും സദ്യയാണ്. 5 കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു വന്നാ പിന്നെ ഞാൻ കുളിയുടെ തലേന്നേ പോകും. അതെന്ത് പിന്നെ 16 ദിവസം അവിടെ എല്ലാരും വേവിക്കണം ചേച്ചി. എനിക്കതൊന്നും. പക്ഷെ അന്ന് ചിക്കൻ 16ന്റെ അന്ന് ചിക്കനും മീൻകറിയും ചീനിയും സംഭവം എല്ലാം കൂടെ ഒരു വിളമ്പുണ്ട് നമുക്ക് കേട്ടോ. വിളമ്പാണ്. പക്ഷെ ജീവിച്ചിരുന്ന അവർക്ക് പച്ചവെള്ളം കൊടുത്തില്ലേലെന്ത് മരിച്ചു കഴിഞ്ഞ തലയ്ക്ക് മീത് നമുക്ക് 2-3 ദിവസത്തേക്ക് കൊണ്ടുവരവരെ. അതിന് നിങ്ങൾ ഇങ്ങനെ നടന്ന് വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ സ്വന്തക്കാരെ ഞാൻ 3-4 പേരെ നോട്ടം ഇട്ടിട്ടുണ്ട്. ആരേലും ഒരാൾ ഇതാവട്ടെ, നിങ്ങളെ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ചാക്കാര വീടിന് ഞങ്ങളുടെ വീട്ടിലെ ചാക്കാടക്ക് നിങ്ങളൊന്ന് വന്നു നോക്കിയാണ്. ഇതേ കണക്ക് പട്ടിണിയൊന്നും കിടക്കണ്ട. അതിലും എന്തുമാത്രം പിശുക്കത്തരമാണ് ഇവർ ആൾക്കാർ കാണിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോ ഒന്നും കൊടുക്കത്തില്ല, മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കൊടുക്കുന്നത്. ഇത് എന്തൊരാളുകള്.